എല്ലാവർക്കും നമസ്കാരം. ശബരിമല ക്ഷേത്രത്തിലെ വാജിവാഹനം ഇപ്പോൾ SITയുടെ കസ്റ്റഡിയിലാണ്. അവരതിനെ എടുത്തിട്ട് കോടതിയിൽ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായിട്ട് ഒരു കേസില്ല എന്ന് നമുക്കറിയാം. നിലവിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസുകളുടെ ഭാഗമായിട്ട് തന്നെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട തന്ത്രി കണ്ഠര് രാജീവരുടെ വീട്ടിൽ റെയ്ഡ് നടത്തി അവിടെ നിന്ന് ഈ വാജിവാഹനം കണ്ടെത്തി അത് ഇപ്പോൾ കോടതിയിൽ സമർപ്പിക്കാനായിട്ട് അവർ തീരുമാനിച്ചത്. നമുക്കറിയാം, നിലവിൽ അന്വേഷിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട കേസുകളാണ്. അതിലൊന്ന് ശബരിമലയിലെ കട്ടിളപ്പാളികൾ ഇളക്കിക്കൊണ്ടുപോയി അത് സ്വർണം പൂശുന്നതിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്തേത് ദ്വാരപാലക പാളികളാണ്. ഇതിൽ വാജിവാഹനം ഈ രണ്ടിലും ഉൾപ്പെടുന്നതല്ല. അതുകൊണ്ട് തന്നെ അതിന് ഒരുപക്ഷെ പുതുതായിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യേണ്ടുന്ന ആവശ്യമുണ്ടായിരിക്കും. ഇതിൽ മന്ത്രിയാണ് കുറ്റക്കാരനെങ്കിൽ മന്ത്രി പിടിയിലാകണം, തന്ത്രിയാണ് കുറ്റക്കാരനെങ്കിൽ തന്ത്രി പിടിയിലാകണം, ദേവസ്വം ബോർഡാണ് കുറ്റക്കാരെങ്കിൽ അവർ പിടിയിലാകണം, പോറ്റിയും ഗോവർദ്ധനും ഭണ്ഡാരിയുമാണ് കുറ്റക്കാരെങ്കിൽ അവരും പിടിയിലാകണം. ഇതിൽ ആരൊക്കെ കുറ്റക്കാരാണോ അവരെല്ലാവരും തന്നെ പിടിയിലാകണം എന്നുള്ളതാണ് ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഗ്രഹം. എന്നാൽ ഇത് പറയുന്ന സമയത്ത് ആചാരാനുഷ്ഠാനങ്ങളിൽ എന്താണ് വാജിവാഹനത്തിനുള്ള പങ്ക്, അത് ആരാണതിൻ്റെ കസ്റ്റോഡിയൻ, ഇതിനെക്കുറിച്ച് മുമ്പ് നടന്നിരിക്കുന്ന സംവാദങ്ങൾ എന്തൊക്കെയാണ്, ഈ വിഷയങ്ങളെക്കുറിച്ച് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അതിനുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോയിൽ. എന്താണ് ഇത്തരത്തിലുള്ള വാഹനം, അങ്ങനെയുള്ള വാഹനം തന്ത്രിക്ക് കൈവശം വയ്ക്കാനായിട്ടുള്ള എന്തെങ്കിലും അധികാരമുണ്ടോ, നേരത്തെ തന്നെ വാജിവാഹനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ്, ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ കേരളത്തിൽ ഏതെങ്കിലും കേസുകൾ നടന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിൻ്റെ തീർപ്പ് എന്തായിരുന്നു, തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. നോക്കാം. ഇതിൽ ഒന്നാമത് നമ്മൾ അറിയേണ്ടത് എന്താണ് വാജിവാഹനം എന്നാണ്. ഏത് ദേവതയുടെ പ്രതിഷ്ഠയാണോ ഉള്ളത് ആ ദേവതയുടെ വാഹനം ഏതാണോ അതിനെ കൊടിമരത്തിന് മുകളിൽ ഒരു രൂപമായി പ്രതിഷ്ഠിക്കുന്നതിനാണ് വാഹനം എന്ന് പറയുന്നത്. നമുക്കറിയാം, അയ്യപ്പൻ്റെ വാഹനം കുതിരയാണ്, അതാണ് വാജി. അതുകൊണ്ടാണ് അയ്യപ്പൻ്റെ ശബരിമലയിലെ കൊടിമരത്തിന് മുകളിലുള്ള വാഹനത്തിന് വാജിവാഹനം എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ മഹാവിഷ്ണുവാണ് പ്രതിഷ്ഠയെങ്കിൽ സ്വാഭാവികമായിട്ടും ഗരുഡനായിരിക്കും അവിടുത്തെ വാഹനം. അതേപോലെ ഏതാണോ ദേവത ആ ദേവതയ്ക്ക് അനുസൃതമായിട്ടാണ് ആ വാഹനം ഏതാണെന്ന് നിർണ്ണയിക്കപ്പെടുക. അതുകൊണ്ട് തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും കൊടിമരത്തിന് മുകളിലുള്ളത് വാജിവാഹനമല്ല, വാഹനമാണ്. പക്ഷെ അത് ദേവതയുമായി ബന്ധപ്പെട്ടിരിക്കും എന്നുള്ളതാണ് വസ്തുത. ഇതിൽ 2017 ശബരിമലയിൽ പഴയ കൊടിമരം മാറ്റി പുതുതായിട്ടൊന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുന്ന ഘട്ടത്തിലാണ് അന്നത്തെ കൊടിമരത്തിനെ ആചാരപൂർവ്വം അഴിച്ച് അവിടെ നിന്ന് മാറ്റിയത്. അങ്ങനെ ആചാരപൂർവ്വം ഒരു കൊടിമരം മാറ്റുന്ന സമയത്ത് ആ വാഹനം എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള നിഷ്ഠ പറയുന്നത് തന്ത്രസമുച്ചയം എന്ന ഗ്രന്ഥത്തിലാണ്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം ക്ഷേത്രങ്ങളും ഗവേൺ ചെയ്യുന്നത് തന്ത്രസമുച്ചയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ തന്ത്രസമുച്ചയം എന്ന ഗ്രന്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നതാണ് പ്രധാനം. ഇതിൽ ഒന്നാമതായി അറിയേണ്ടത് എന്തൊക്കെ തരത്തിൽ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഉണ്ടാകാം എന്നാണ്. അതായത് ഏത് വസ്തുവിലായിരിക്കണം ഈ വാഹനങ്ങളൊക്കെ തന്നെ നിർമ്മിച്ചിട്ടുണ്ടാവുക. പ്രധാനമായും 3 തരത്തിലാണ്. 1 ദാരു നിർമ്മിതം, 2 ശിലാനിർമ്മിതം, 3 ലോഹനിർമ്മിതം. തന്ത്രസമുച്ചയത്തിൽ ഈ പറഞ്ഞിരിക്കുന്നത് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല, വിഗ്രഹങ്ങൾ, വിഗ്രഹോപാധികൾ, ബിംബങ്ങൾ തുടങ്ങി എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് തന്ത്രസമുച്ചയത്തിൽ പറയുന്നത്. അപ്പോൾ ഒരു വിഗ്രഹമായിക്കോട്ടെ അഥവാ വാഹനമായിക്കോട്ടെ അത് ദാരു നിർമ്മിതമാണെങ്കിൽ അഥവാ തടിയിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് എങ്കിൽ അതിൻ്റെ പ്രയാണ പരിധി കഴിഞ്ഞതിന് ശേഷം അതിനെ ആചാരപൂർവ്വം അവിടെ നിന്ന് നീക്കം ചെയ്ത് നെയ്യിൽ അഭിഷേകം ചെയ്ത് അതിനെ അഗ്നിയിൽ ദഹിപ്പിക്കണം എന്നാണ് അതിൻ്റെ സങ്കല്പം. ശബരിമലയിൽ നേരത്തെ ഉണ്ടായിരുന്ന തടി കൊണ്ടുള്ള കൊടിമരം ആ രീതിയിലാണ് ആചാരപൂർവ്വം അതിനെ സംസ്കരിക്കുന്നത്. ഇനി ഇത് ശിലാനിർമ്മിതം അഥവാ കല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എങ്കിൽ അതിൽ നാളം എന്നൊരു ഭാഗമുണ്ട്. ആ നാളം എന്ന ഭാഗമാണ് ഈ ശിലാവിഗ്രഹത്തിനെ അതിന് താഴേക്കുള്ള കല്ലുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ ഈ നാളം എന്ന് പറയുന്ന ബന്ധന ഭാഗത്തിനെ ഛേദിക്കുന്നു. ഛേദിച്ചതിന് ശേഷം അതിനെ ജലാധിവാസം നടത്തുന്നു അഥവാ വെള്ളത്തിൽ ഒഴുക്കുന്നു എന്നുള്ളതാണ്. ശിലയാണ് ഇത്തരത്തിലുള്ള വിഗ്രഹങ്ങൾ, വിഗ്രഹോപാധികൾ, ബിംബങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് അത് നീക്കം ചെയ്യുന്ന സമയത്ത് സ്വീകരിക്കുന്ന നടപടി. ഇനി ഇത് ലോഹമാണ് എങ്കിൽ അതിനെ 2 രീതിയിൽ കൈകാര്യം ചെയ്യാം. അതിലൊന്ന് അതിനെ ഉരുക്കി അതിൻ്റെ ഗുരുസ്ഥാനീയനായ വ്യക്തിക്ക് കൊടുക്കുന്നു അഥവാ തന്ത്രിക്ക് സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് ഉരുക്കുക എന്നുള്ളത് പലപ്പോഴും പ്രായോഗികമല്ലാത്തത് കൊണ്ട് സാധാരണ അനുവർത്തിക്കുന്ന മാർഗം അതിനെ ചൂട് തട്ടിച്ചതിന് ശേഷം അതിനെ തന്ത്രിക്ക് കൊടുക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ തന്ത്രിക്ക് ലോഹത്തിൽ നിർമ്മിതമായിരിക്കുന്ന വാജിവാഹനത്തിന് അവകാശമുണ്ട് എന്ന് തന്നെയാണ് തന്ത്രസമുച്ചയത്തിൽ പറയുന്നത്. ഇനി അതല്ല എങ്കിൽ അതിനെ രൂപമാറ്റം വരുത്തി ക്ഷേത്രത്തിൽ തന്നെ ഉപയോഗിക്കാം എന്നും പറയുന്നുണ്ട്. ഈ 2 മാർഗങ്ങളിൽ ഏതെങ്കിലും ഒന്നാണ് ലോഹനിർമ്മിതമായിട്ടുള്ള വാഹനം അല്ലെങ്കിൽ വിഗ്രഹം, വിഗ്രഹോപാധി ഇതൊക്കെ തന്നെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് സ്വീകരിക്കേണ്ടുന്ന മാർഗം. ഇനി ശബരിമലയിലെ കോണ്ടെക്സ്റ്റുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ അവിടുത്തെ വാജിവാഹനം എന്നത് ലോഹനിർമ്മിതമാണ്.
അതുകൊണ്ട് തന്നെ അത് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് തന്നെയാണ് തന്ത്ര സമുച്ചയത്തിൽ പറയുന്നത്. ഇനി ഞാൻ കഴിഞ്ഞ ദിവസം തന്ത്രി സമാജത്തിൻ്റെ ഭാഗമായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്തുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത്തരം അവകാശ തർക്കവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ അറിവിൽ ചുരുങ്ങിയത് 3 കേസുകളെങ്കിലും ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന് തിരുവനന്തപുരത്ത് ശ്രീവരാഹത്താണ്, മറ്റൊന്ന് എറണാകുളത്താണ്, ഇനിയൊന്ന് കൊടുങ്ങല്ലൂരിലാണ്. ഈ സ്ഥലത്തെല്ലാം തന്നെ തന്ത്രിയുടെ അവകാശമല്ല എന്ന് ദേവസ്വം വാദിക്കുകയും തന്ത്രിയുടെ അവകാശമാണ് എന്ന് തന്ത്രി വാദിക്കുകയും ചെയ്തു. ആ സമയത്തെല്ലാം തന്നെ തന്ത്ര സമുച്ചയത്തിൽ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നതാണ് കോടതി പരിഗണിച്ചത്. അങ്ങനെ ഈ 3 സന്ദർഭങ്ങളിലും തന്ത്ര സമുച്ചയം വ്യാഖ്യാനിക്കുകയും അതിനനുസരിച്ച് തന്ത്രിക്ക് തന്നെയാണ് അതിലുള്ള അധികാരം എന്ന് കോടതി തീർപ്പ് കൽപ്പിക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അതിൽ തന്നെ കൊടുങ്ങല്ലൂരിലുണ്ടായിരുന്ന വ്യവഹാരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശ്രേഷ്ഠനായ സംസ്കൃത പണ്ഡിതനായ ശ്രീ KP നാരായണ പിഷാരടിയെ കൊണ്ടുവന്ന് അദ്ദേഹം തന്നെ ഈ തന്ത്ര സമുച്ചയം വ്യാഖ്യാനിച്ച് അതിലിങ്ങനെ തന്നെയാണ് പറയുന്നത്, തന്ത്രിക്ക് തന്നെയാണ് അവകാശം എന്ന് കോടതിയെ അറിയിച്ചതിന് പ്രകാരമാണ് അവിടെയും കേസ് തീർപ്പ് കൽപ്പിച്ചത്. എന്നുവെച്ചാൽ ആചാരാനുഷ്ഠാനങ്ങൾ പ്രകാരം തന്ത്രിക്ക് ഈ വാഹനത്തിൽ അവകാശമുണ്ട് എന്ന് തന്നെയാണ് തന്ത്ര സമുച്ചയം പറയുന്നതും കേരളത്തിൽ ഇതിനു മുമ്പുണ്ടായിരിക്കുന്ന വ്യവഹാര നടപടികളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അറിയേണ്ടുന്ന കാര്യം ശബരിമലയിലെ വാജിവാഹനവുമായി ബന്ധപ്പെട്ട തർക്കം എന്തായിരുന്നു എന്നതാണ്. 2017 പഴയ കൊടിമരം മാറ്റുന്ന സമയത്താണ് ആചാരപൂർവ്വം ഈ വാജിവാഹനം അവിടെ നിന്ന് അഴിച്ചെടുത്തതിന് ശേഷം ദേവസ്വം ബോർഡ് അധികാരികൾ തന്നെ അതിനെ പരസ്യമായിട്ട് അവിടെ നടന്ന ചടങ്ങിൽ വെച്ച് അത് തന്ത്രി കണ്ഠർ രാജീവർക്ക് കൈമാറുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ ഇന്ന് സോഷ്യൽ മീഡിയയിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും എല്ലാം തന്നെ വീണ്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് രഹസ്യമായിട്ട് ആരെങ്കിലും തന്ത്രിക്ക് കൊടുത്തതല്ല, മറിച്ച് പരസ്യമായിട്ട് ആചാരപൂർവ്വം അദ്ദേഹത്തിനത് കൈമാറ്റം ചെയ്യുകയാണ് ചെയ്തത്. തന്നെയുമല്ല, അദ്ദേഹം അത് മഹസറിൽ ഒപ്പിട്ടിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ളൊരു വാദമുണ്ട്. അതൊക്കെ എന്തായാലും ആൾക്കാർ പരിശോധിക്കട്ടെ. എന്തായാലും ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാണ്. അതിൻ പ്രകാരം അത് രഹസ്യമായിട്ട് അവിടെ നിന്ന് കടത്തുകയായിരുന്നില്ല, മറിച്ച് ആചാരപൂർവ്വം ദേവസ്വം ബോർഡിൻ്റെ അംഗങ്ങൾ തന്നെ അദ്ദേഹത്തിനത് കൈമാറുകയായിരുന്നു. അവിടെയുള്ള ഭക്തരൊക്കെ തന്നെ അതിൽ തൊട്ട് തൊഴുന്നതൊക്കെ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാനും സാധിക്കും. അങ്ങനെയുള്ള വാജിവാഹനം തൻ്റെ കയ്യിലിരിക്കുന്ന സമയത്താണ് ഈ വിവാദങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ വാജിവാഹനം തന്ത്രി കടത്തിക്കൊണ്ടുപോയി എന്ന തരത്തിലുള്ള ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ അദ്ദേഹം അത് തൻ്റെ കൈവശമുണ്ട്, അത് താൻ ദേവസ്വം ബോർഡിന് തിരികെ കൈമാറാൻ തയ്യാറാണ് എന്ന് സന്നദ്ധത പ്രകടിപ്പിക്കുന്നത്. എന്നാൽ അത് അന്ന് കൊണ്ടുപോയിരിക്കുന്ന അതേ വാജിവാഹനം തന്നെയാണോ എന്ന കാര്യത്തിൽ ദേവസ്വം ബോർഡിന് പ്രത്യേകിച്ച് ഉറപ്പൊന്നുമില്ലാത്തത് കൊണ്ട് അത് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ബോർഡ് തയ്യാറായിരുന്നില്ല. അങ്ങനെ ആചാരപൂർവ്വം കൈപ്പറ്റിയതിനു ശേഷം താനത് തിരിച്ചേൽപ്പിക്കാം എന്ന് തന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്ന ആ വാജിവാഹനമാണ് ഇപ്പോൾ SIT തന്ത്രിയുടെ വീട് റെയ്ഡ് ചെയ്തതിന് ശേഷം പിടിച്ചെടുക്കുകയും അത് കോടതിയിൽ സമർപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോവുകയും ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് ആത്യന്തികമായി നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഇപ്പോൾ പറയപ്പെടുന്ന 2 സെനാരിയോകൾ വേറെയുമുണ്ട്. അതിലൊന്ന് തന്ത്രി ഇത് മറ്റാർക്കോ മറിച്ചു വിറ്റിരുന്നു എന്നുള്ളതാണ്. മറിച്ചു വിറ്റതിന് ശേഷം ഒരുപക്ഷെ വിവാദമായപ്പോൾ അത് തിരിച്ച് കൈവശപ്പെടുത്തി എന്നുള്ളതായിരിക്കാം വാദം. അങ്ങനെയെങ്കിൽ അത് അന്വേഷിക്കട്ടെ. ഇനി രണ്ടാമതൊരു വാദം, ദേവസ്വം ബോർഡ് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അന്ന് കൊണ്ടുപോയിരുന്ന അതേ വാജിവാഹനം തന്നെയാണോ ഇപ്പോൾ തിരിച്ചു തരാനായിട്ട് അദ്ദേഹം പറയുന്നത്? അപ്പോൾ അങ്ങനെയെങ്കിൽ അത് മറ്റൊന്നാണോ എന്നുള്ള ഒരു സംശയമുണ്ട്. അതും പരിശോധിക്കപ്പെടട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ അതിൻ്റെ പൊസഷൻ അല്ലെങ്കിൽ അതിൻ്റെ അവകാശവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള തർക്കമുണ്ടെങ്കിൽ അത് തന്ത്രിക്ക് അനുകൂലമായിട്ട് വരാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ പറയാനുള്ളത് SIT വളരെ കൃത്യമായിട്ട് അന്വേഷണം നടത്തുക. ശബരിമലയിലുള്ള വിലപിടിപ്പുള്ള എല്ലാ വസ്തുക്കളും ആചാരവിരുദ്ധമായിട്ട് ആരെങ്കിലും കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അന്വേഷിക്കുക, അതെല്ലാം തന്നെ എക്സ്പോസ് ചെയ്യുക. അത് ഒരിക്കലും ഇപ്പോൾ അന്വേഷിക്കുന്ന കട്ടിളപ്പാളികളുമായി ബന്ധപ്പെട്ട കേസിനെയോ ദ്വാരപാലകരുമായി ബന്ധപ്പെട്ട കേസിനെയോ ഡീറെയിൽ ചെയ്യുന്ന തരത്തിലാവരുത് എന്നത് മാത്രമാണ് ഭക്തരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയാനുള്ളത്. അല്ലാതെ ഇവിടെ ഒരാളും തന്ത്രിയെയോ മന്ത്രിയെയോ ബോർഡ് അധികാരികളെയോ ഒന്നും തന്നെ ന്യായീകരിക്കാനായിട്ട് ഒരിക്കലും ശ്രമിക്കില്ല. തന്ത്രിയാണ് കുറ്റം ചെയ്തതെങ്കിൽ തന്ത്രി പിടിക്കപ്പെടണം, തന്ത്രി ശിക്ഷിക്കപ്പെടണം. മറിച്ച് മറ്റാരെങ്കിലുമാണ് എങ്കിൽ അവരും അതേപോലെ തന്നെ പിടിക്കപ്പെടണം, ശിക്ഷിക്കപ്പെടണം. അതല്ലാതെ ഇതൊരിക്കലും ഒരു പൊളിറ്റിക്കൽ സ്കോർ സെറ്റിലിങ്ങിൻ്റെ ഭാഗമായിട്ടോ പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ടുകൊണ്ടുണ്ടായിരിക്കുന്ന ഡാമേജിനെ കൺട്രോൾ ചെയ്യുന്നതിനുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ഒരു നടപടിയായിട്ടോ മാറരുത് എന്നുള്ളതാണ് വിശ്വാസി സമൂഹത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ കുറ്റം ചെയ്തിരിക്കുന്നത് അത് ആരായാലും എത്ര ഉന്നത സ്ഥാനീയനായാലും ദൈവതുല്യനായാലും അവരെല്ലാവരും തന്നെ നിയമത്തിന് മുന്നിൽ വരിക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ വാജിവാഹനമൊക്കെ തന്നെ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞിരുന്ന 2 സെനാരിയോ, ഒന്നുകിൽ ഇത് വിറ്റ് തിരിച്ചെടുത്തു, അതല്ല എങ്കിൽ ഇതിനെ മറ്റൊന്നാക്കി മാറ്റിയെടുത്തു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അടിസ്ഥാനമുണ്ട് എന്ന് തോന്നിയെങ്കിൽ മാത്രമേ അത് പിടിച്ചെടുത്ത് കോടതിയിൽ സമർപ്പിക്കേണ്ടുന്ന കാര്യമുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. സ്വാമി ശരണം. ജയ് ഹിന്ദ്.